അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് കോളേജിലേക്ക് ഇറങ്ങുവാൻ സമയത്താണ് നുസൈബ ആ മെസ്സേജ് കണ്ടത്. അത് ഇന്ന് ഉച്ചക്ക് ക്ലാസ് കഴിയുന്നതാണ്. അതുമാത്രമല്ല, ഫസ്റ്റ് ഇയറിനുള്ള എക്സാമിൻ്റെ കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് ഇനി കുറച്ച് ദിവസം, ഏകദേശം 2 ആഴ്ചയോളം ക്ലാസ് ലീവുമാണ് എന്നുള്ള ആ ഒരു മെസ്സേജ് കണ്ട നുസൈബ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൾ നേരെ ഷമ്മാസിൻ്റെ അടുത്തേക്ക് എത്തി. അവൾ എല്ലാം സെറ്റാക്കി മാറ്റി ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇക്ക, ആ എന്താടി, ഒരുങ്ങിയില്ലേ, പോവാ? ഇക്ക ഇങ്ങോട്ട് നോക്കിക്കേ. അവൻ ഫോൺ വാങ്ങി. ആഹാ, ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, ഇനി 2 ആഴ്ച ലീവ്. കോളടിച്ചല്ലോ. കോളടിച്ചു. എന്നാൽ ഇന്ന് ഉച്ചവരെ ആയിട്ട് അത്രയും ദൂരം പിന്നിട്ട് പോകണ്ട, ബുദ്ധിമുട്ടല്ലേ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല, പോവണ്ട, കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ടൊന്നും പോക്ക് നടക്കൂല. എന്തൊക്കെ തന്നെയാലും ശരിക്കും അവളുടെ ഡ്രസ്സെല്ലാം അഴിച്ചിട്ടു. ഉമ്മയോടും കാര്യം പറഞ്ഞു. ഉമ്മ, ക്ലാസ് ഇന്ന് ഉച്ചവരെ ഉള്ളൂ, പിന്നെ 2 ആഴ്ച ലീവാണ്. പൊന്നു മോളെ, എന്നാ അമ്മാൻ്റെ കുട്ടി പോയിക്കോളി, ഉച്ചവരത്തെ ക്ലാസ്സെങ്കിലും കിട്ടുമല്ലോ, അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ. ഉമ്മ, ഇന്നിപ്പോൾ ഷാമോനൊക്കെ ബുദ്ധിമുട്ടാക്കി പോകുന്നില്ല ഉമ്മ, ഇനിയിപ്പോൾ ലീവും അല്ലേ. നുസൈബക്ക് അതൊരു വല്ലാത്ത ആശ്വാസമായി. തൻ്റെ കുഞ്ഞിനെ വിട്ടു പിരിഞ്ഞു പോകുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ്. റബ്ബേ, ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൂടെ വേണം എന്നുള്ള ചിന്താഗതിയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ഒരു ലീവ് വളരെയധികം ആശ്വാസമായി. ഷമ്മാസ് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നമ്മൾ പടച്ചോൻ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ നമ്മുടെ ഇഷ്ടത്തിന് ചിലതൊക്കെ ആക്കിത്തരും. സത്യമായിട്ടും ഞാൻ ആഗ്രഹിച്ചതായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്. കുഞ്ഞില്ലാതെ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. എനിക്കേതായാലും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നിൽക്കാനായല്ലോ. അതാണ് പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും വിചാരിച്ച് മനസ്സറിഞ്ഞ് പടച്ച റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തരുമെന്ന്. എന്തായാലും ഇത്രയും ദിവസം നിനക്ക് ലീവ് കിട്ടിയല്ലോ അല്ലേ. എന്നാൽ നുസൈബ പതിവ് പോലെ അവിടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അഴിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു. സൗദ റൂമിൽ തന്നെയാണ്. റുഖ്യാത പറഞ്ഞ പ്രകാരം സൗദ ഇപ്പോൾ പണിയൊന്നും എടുക്കുന്നില്ല. അവള് പ്രസവിച്ച് കിടക്കുന്ന പോലെ കൈയും കാലും നീട്ടി തന്നെ കിടക്കുകയാണ്. എല്ലാ ജോലികളും നുസൈബ ചെയ്യുന്നുണ്ട്. അവൾക്ക് അടിച്ചു വരാനും തുടക്കുവാനും പാത്രം കഴുകുവാനും എല്ലാം ഇഷ്ടം പോലെയുണ്ട്. സാധാരണ അവൾ പോയി കഴിഞ്ഞാൽ ഉമ്മ അത് ചെയ്യും, അങ്ങനെയാണ് പതിവ്. പക്ഷേ അന്ന് നുസൈബക്ക് കണ്ടു നിൽക്കാനായില്ല. അവൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. മോളെ നുസിയെ, എൻ്റെ കുളി എന്തൊക്കെ കഴിഞ്ഞാൽ അമ്മാൻ്റെ കുട്ടി ഞാൻ പണി എടുക്കണ്ട, അവിടേക്ക് ഇനി നാളെ കിടക്കാക്കും പോലെ എൻ്റെ പണി വെച്ചുണ്ടാക്കലൊക്കെ കഴിച്ചിക്കണ്. ഇനിയിപ്പോൾ അടിച്ചു വരലും ഇനിയിപ്പോൾ തുടക്കാനും നിൽക്കണ്ട, അവിടെ നിൽക്ക്. ഉമ്മ, കുഴപ്പമില്ല, അതിനെന്താ, ഒന്നുകൂടി കുളിച്ചാൽ പോരെ. ആ കുട്ടീനെ നോക്കിക്കാ, പോയിക്കാണ്ട് ചെല്ലങ്ങട്ട്. എവിടുക്കാ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കൈമലും മേത്താക്കാൻ കുളിയും കഴിഞ്ഞുള്ള ഇറങ്ങേന്. അതിൻ്റെ ഇടയിലെ ക്ലാസ് ഉച്ച വരെ ഉള്ളൂ, 2 ആഴ്ച ലീവാണെന്നും പറഞ്ഞുകാണ്ട് മെസ്സേജ് വന്നത്. അവിടെ പോയിക്കോ. ആയിഷുമ്മ സ്നേഹത്തോടെ അവളെ പറഞ്ഞേക്കുന്നു. ഉമ്മ, വേണ്ടമ്മ. പക്ഷേ അതൊന്നും അവൾ വകവെച്ചില്ല. അവൾ ഉമ്മയുടെ കൂടെ ഓരോ ജോലിക്കും സഹായിച്ചു കൊടുത്തു. എന്നാൽ സൗദയെ കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞ് റുഖ്യാത്ത ചായക്ക് വന്നിരുന്നു. അപ്പോഴേക്കും നുസൈബ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. ബിസ്മില്ലാഹിർ. എന്താ നുസൈബ, ഈ ചായ എങ്ങനെ? പേട്ടുള്ളോ? കുറച്ച് നല്ലോന്ന് പൊടിയും കുറച്ച് നല്ലോന്ന് പാലൊക്കെ പാർന്ന് തിളപ്പിച്ച് കാണ്ടല്ലേ, 2 ഏലക്കായൊക്കെ കുത്തിയിട്ട് കാണ്ടല്ലേ ചായ ഉണ്ടാക്കുക. എന്താണ് ഈ ചായ? അതെങ്ങനെയാ എൻ്റെ പുതിയാപ്പിള കുടിച്ചണത്? ഇങ്ങനെ പുതിയാപ്പിളക്ക് കൊടുക്കല്? നുസൈബക്ക് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമായി. താത്ത, ഞാൻ ശരിയാക്കി തരാം. ഇനിയിപ്പോൾ ഇത് വേണ്ട, ഇത് മതി, ഉള്ള വെള്ളം കുടിച്ചാണ് പോട്ടഞ്ഞ്. എന്നാൽ പെട്ടെന്ന് ആയിഷും അങ്ങോട്ട് കടന്നു വന്നു. എന്തിയാ റുക്കിയ ചായക്ക്? ചായക്ക് എന്താ മധുരല്ലേ, പൊടില്ലേ? എന്നിട്ട് കാട്ടിക്ക. ഇതിനിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, ഇവിടെ അങ്ങനെ തന്നെയാണ് ചായ. എൻ്റെ ഷാമോന് സ്ട്രോങ്ങിൽ ചായക്ക് മാണി വെച്ചിട്ട് എപ്പോഴൊന്നുമല്ലേ, ചായയും കടിയും കുടിച്ചുമ്പോൾ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ തന്നെ ഓനൊരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് കുടിച്ചുള്ളൂ. ഇതിപ്പോൾ 2-2.5 ഗ്ലാസ്സാണ് കുടിച്ചുവല്ലോ. അപ്പം അതിനനുസരിച്ച് കുറച്ചാണ് നീട്ടി തന്നതേക്കാരോള്. ഞാൻ ഒന്നുകൂടെ റെഡിയാക്കി തരാം. ഞാനത് കുറച്ചും കൂടി ചായപ്പൊടി ഞാൻ കുടിക്കുന്ന രീതിയിൽ ഇത് മതിയേ, ഇനിയിപ്പോൾ ഒന്നും വേണ്ട. ഏതായാലും എൻ്റെ അടുത്തുനിന്ന് ചായനെ കിട്ടാനില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു രസമുള്ള ചായ.
വല്ലാത്തൊരു ഭൂതം. നാളെ സൗദനക്ക് ചായൻ്റെ ഉണ്ടാക്കി തന്നേ. എന്താ അതിൻ്റെ ഒരു ചാതെന്നോ. നാവുമെന്ന് ആ ഒരു രുചിയാണ് പോണില്ല. നുസൈബക്ക് വല്ലാതെയായി അവളുടെ മുഖം. പഠിച്ചോനെ റബ്ബേ. നുസിയെ, ഞാൻ എന്നോടും പറഞ്ഞില്ലേ നിങ്ങളുടെ അടുക്കളയ്ക്ക് വരണ്ടാന്ന്. ജന്തു കാര്യത്തിനപ്പോൾ വന്നത് ആണ്. പോയിക്കാ കുട്ടീനേറ്റ്. ഓളിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കഴിച്ചോള് കുളിയും കഴിഞ്ഞ് പോയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഓള് ഷാമോനെ. ആ എന്തോമ്മ? അതെ, ഇജും നുസിയും ഒന്നൊക്കെയാണ് അതിലേക്ക് ഒന്നും പോയി പോര്. ഉമ്മാൻ്റെ അടുത്തേക്കും വലിയമാൻ്റെ അടുത്തേക്കും ഒന്ന് പോയി പോര് കേട്ടോ. അതാ നല്ലത്. ഇനിയിപ്പോൾ ഇവിടെ എന്നാൾ ഇവിടെ ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടും വെച്ചുകൊണ്ടും നിൽക്കും. ഓളെ കുളി നനയെ കഴിഞ്ഞാണ് കൊണ്ടേക്കോ. അതിലൊന്നും പോയി പോരി. ഓളെടുക്കൊന്നും പോലുണ്ടാ. ഈ സ്കൂൾക്കും പോകുക വരാന്നല്ലാതെ. ഉമ്മ അത് വേണ്ടമ്മ. അത് ഇവിടെ സൗദത്ത കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ പോകുന്നത് ശരിയല്ലുമ്മ. വേണ്ട, ഞങ്ങൾ പിന്നെ പോയിക്കോളാം. പെട്ടെന്നാണ് നുസൈബയുടെ ഫോൺ ബെല്ലടിച്ചത്. നുസി, ദാ നിന്റെ ബാഗിൽ നിന്നാണല്ലോ ഫോൺ ബെല്ലടിക്കുന്നത്. ആ, ഞാനത് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. അവൾ നേരെ അതാ. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നുസിയേ. അല്ല കുട്ടിയെ, ഉമ്മാൻ്റെ കുട്ടീനെ കാണാൻ പൂതിയേക്കണ്. ഇന്ന് കോളേജ് ഉണ്ടോ? ഇജ്ജ് പോയോ? പിന്നെ 2 ദിവസം ഒന്ന് വന്ന് നിൽക്കാൻ. നമ്മളെ പേരും കുട്ടിയൊക്കെ നല്ലതാക്കിക്കണല്ലോ. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് 2 ദിവസം വന്ന് നിൽക്കുമോ ഇവിടെ? എൻ്റെ ഉപ്പാക്കും തന്നെ കാണാൻ പൂതിയാണ്ട്. ഞാൻ വല്ലാതെ നിർബന്ധിച്ചെന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ ആ കുട്ടീനെ ഇട്ടുകാണ്ട് വെച്ച് പോലും മൈഷുമാനൊക്കെ വിട്ട് പോരലും എല്ലാം കൂടി ആകുമ്പോൾ ഓൾക്ക് ബുദ്ധിമുട്ടന്നേക്കാരം. പക്കെങ്കിൽ എൻ്റെ ഉപ്പാക്ക് വല്ലാത്ത പൂതി. എൻ്റെ ഉപ്പ പറയുന്നുണ്ട് ഓളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരുമോ, എൻ്റെ കുട്ടീനെ എനിക്ക് കാണാൻ പൂതിയായിട്ടാണ്. 2 ദിവസം എൻ്റെ കുട്ടിക്ക് ഇവിടെ വന്ന് നിന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. നുസിയെ, ഉമ്മാൻ്റെ കുട്ടി ഒന്നുകൊണ്ട് പോന്നോളോ. 2 ദിവസമെങ്കിലും ഇവിടെ ഒന്ന് നിന്നോളോ. പൂതിയായിട്ടാണ് ഞാൻ. അതാണ് ഉമ്മ. അത് ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. എന്നാൽ ഈ സമയം അതാ ഉമ്മയുടെ അടുത്തേക്ക് അവൾ ചെല്ലുന്നു. ഉമ്മയാണ് വിളിച്ചത്. എന്തേടി വർത്താനം? നല്ല വർത്താനം തന്നെ. അത് 2 ദിവസം വന്ന് നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. 2 ദിവസം വന്ന് നിൽക്കുകയെ? എൻ്റെ പൊന്നാരെ, ഇജ്ജ് പോയി നിൽക്കണേനല്ല. എനിക്ക് ആ പൈതലിനെ കാണാൻ ഞാൻ വല്ലാത്ത പൊറുതിയറാണ്. പക്ഷെ പൊയ്ക്കോ. ഉമ്മാരും ബാപ്പാരും ഉണ്ടാകുമ്പോഴേ വിരുന്നൊക്കെ പോവുള്ളൂ. ഉമ്മാരും ബാപ്പാരില്ല ഞാൻ പെരീക്ക് പോകില്ലല്ലോ. അപ്പം ഞാനൊക്കെ ഇപ്പോൾ പോകണുണ്ടോ? പോവില്ല. ഇമ്മയും ബാപ്പയുള്ള കാലം സ്വർഗ്ഗമാണ് മക്കളെ. അപ്പം നമ്മൾ പോകണം. അല്ലെങ്കിലും എൻ്റെ നുസി എമ്മിണീ സഹിക്കണം ഉമ്മാൻ്റെ കുട്ടി പോയിട്ട്. ഒന്ന് പോയി പോരി. 2 ദിവസം ഒന്നും ചെയ്തോ കേട്ടോ. ഉമ്മ, ഞാൻ പോയാൽ അത് ബുദ്ധിമുട്ടാവില്ലേ ഇങ്ങക്ക്? എന്ത് ബുദ്ധിമുട്ട് പൊന്നാരെ? ഇതൊക്കെ ഞാനത് കഴിച്ചു കൂട്ടിക്കൊണ്ടോ. ഒന്നും ഒരു പ്രശ്നമില്ല ഉമ്മ. ഞാൻ മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഏതായാലും 2 ആഴ്ച ലീവും കിട്ടിയില്ല. 2 ദിവസം പോയി പോര് കേട്ടോ. നേരെ ഷമ്മാസിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇക്ക. ആ എന്താടി? അത് ഞാൻ ഉമ്മ വിളിക്കുന്നുണ്ട് 2 ദിവസത്തിന് വരാൻ പറഞ്ഞിട്ട്. എന്താ വേണ്ടത്? നുസി, എൻ്റെ പെണ്ണ് പോവാണോ? എൻ്റെ പെണ്ണ് പോയാൽ എനിക്ക് ആരാ ഇവിടെ? ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. സൗദത്തുണ്ട്, പിന്നെ കുഞ്ഞുണ്ട്, ഉമ്മയുണ്ട്. ആ അങ്ങനെ അവരൊക്കെ ഉണ്ട്. ശരിയാണ്. പക്ഷേ ഞാൻ നിന്നെ പിടിച്ചു വെക്കുന്നതും ഒട്ടും ശരിയല്ല. നിന്നെ പറഞ്ഞേക്കഞ്ഞാലും വയ്യ അല്ലേ? എന്താ പോണോ? അതോ ഒന്ന് പോയി പോന്നാൽ പോരെ? സത്യം പറയട്ടെ നുസി, നീ ഇല്ലാതെ ഞാനെങ്ങനെ റൂമിൽ കിടക്കുക? ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ പോവാറില്ലല്ലോ. ഇപ്പോൾ പോകണോ പെണ്ണേ? അതെ ഷമ്മാസ് അത് പറയുന്നു. ഉമ്മയോട് ചോദിച്ചു നോക്ക്. ഉമ്മയോട് ഞാൻ ചോദിച്ചു. ഉമ്മ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓ എന്നാൽ ശരി. ഉമ്മ പറഞ്ഞിരുന്നു ഇന്ന് നിന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വരാൻ. എന്തായാലും മാറ്റിക്കോ. ഉമ്മ, ഞാനെന്നാൽ മാറ്റട്ടെ? ആ മോളെ മാറ്റിക്കോ. 2 ദിവസം അവിടെ നിന്ന് പോരാ. ഇനിയിപ്പോൾ എന്താ 2 ദിവസം റെസ്റ്റ് എടുത്തോ. എന്നും ഈ രാവിലെ കണ്ട പണി മുഴുവനും കഴിച്ച് സ്കൂൾക്ക് കൊണ്ടുപോകണം കോളേജിക്ക്. അവിടുന്ന് ആ പഠനവും കാര്യങ്ങളും അതെല്ലാം പോടെ കഴിഞ്ഞ് വൈകുന്നേരം കണ്ട് എത്തിച്ചേർന്ന് വലിയ കുറേ എൻ്റെ കുട്ടിക്ക് കുറേ പണിയുണ്ട്. ഉമ്മാൻ്റെ പണിയാണ് എന്നെ പഠിപ്പിച്ചിരുന്നതൊക്കെ. ഉമ്മാൻ്റെ പൂതി കൊണ്ടാണ് കേട്ടോ. ഉമ്മാക്ക് അത്രയ്ക്ക് തൃപ്തിയുള്ളൊരു കാര്യമാണ് അത്. ഞാൻ ഒരു ഡോക്ടറൊക്കെ ആകുക എന്നുള്ളത്. അതുകൊണ്ട് മനസ്സത്തെ പൂതി കൊണ്ട് പറഞ്ഞ. പിന്നെ എനിക്കാണ് അത്യാവശ്യം പഠിപ്പുണ്ട്. പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവരെന്നല്ലേ നമ്മൾ ഇതിനൊക്കെ വേണ്ടി
പറയാ അല്ലാതെ ഇപ്പം എല്ലാവരും നമ്മൾ പിടിച്ച് കയറ്റൂരല്ലോ. എനിക്കതിനുള്ള കഴിവ് പഠിച്ചവൻ തന്നിക്കണ്, അതുകൊണ്ടല്ല മോളെ. ഉമ്മ എന്നാ ചെല്ല് മാറ്റിക്ക, മാറ്റിക്കുഞ്ഞു വെയിൽ ചൂടാണിന് മുമ്പാണ് പോയിക്കോ കേട്ടോ. ഷാമോനെ ഓളെന്നണ്ടാക്കി കൊടുത്താടാ. പിന്നെ എൻ്റെ പൊന്നാര ഷാമോനെ ജിന്നനെ അങ്ങോട്ട് മണ്ടി വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ലട്ടോ അമ്മക്ക്. ഓളപ്പൊക്കെ ഒന്ന് പോയിക്കോ, ഒന്ന് ഒഴിഞ്ഞാണ്ട് വിരുന്ന് പോയിക്കോ. എന്തോ ഉമ്മ, ഞാൻ നിൽക്കാറില്ല ഉമ്മക്ക് അറിയില്ലേ. അല്ല മോനെ, എന്നാലും നിന്ന് വെച്ചിട്ട് ഇപ്പം എന്താ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതാ സൗദിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഉപ്പ. ഹലോ മോളെ, അസ്സലാമു അലൈക്കും. ഉപ്പാൻ്റെ കുട്ടി ഒന്ന് വന്നാണേ. ഉപ്പാൻ്റെ കുട്ടീനെ കാണാൻ എനിക്ക് പൂതിയായിട്ടാണേ. നമ്മളെ പെരയും കൂടിയൊക്കെ നന്നയിക്കണം കേട്ടോ. വേഗം അങ്ങോട്ട് പോരി. ഉപ്പ അത് അതൊക്കെ എപ്പോൾ നന്നായിട്ട് വന്ന് നോക്ക്. നമ്മൾ ഈ ഓടും വരെ കിടക്കുന്ന സുഖമൊന്നും വാർപ്പിൽ കിട്ടൂലല്ലോ മോളെ. അതെന്തോ ഒരു സുഖം. തള്ളപ്പരൻ്റെ ഉള്ളിൽ കൂടെ കാറ്റിങ്ങനെ വരുമ്പോഴേ വല്ലാത്തൊരു സുഖം. ഉപ്പാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോന്നാളി കേട്ടാ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോകാം. ഉപ്പ വരാൻ നിൽക്കുന്നതാണ്. അങ്ങനെ അവൾ പോകുമ്പോഴേക്കും അത് ഐഷുമ്മ. ഷാമോനെ ഇവിടെ എന്നാ. എന്ത് ഉമ്മ? എന്നാ ഇതെന്തിനാ കത്തി? എന്നാ ഇവിടെ വാ. നല്ല നേന്ത്രം വായക്കുണ്ട് അവിടെ, മൂത്ത് കൊലിച്ച് നിൽക്കണം. പിന്നെ മണകില മറ്റേ തട്ടയില്ലാത്ത കുന്നമ്പഴം അതും ഉണ്ട് അവിടെ. കുട്ടികളുള്ളതല്ലേ, അങ്ങനെ തിന്നോളും. അത് 2 അങ്ങോട്ട് വെട്ടിക്കോ. പിന്നെ പോരാത്തിന് കുറച്ച് ചേമ്പും പൂളും താളെ കൊണ്ടേക്കോട്ടെ. അവിടെ ഒരു കൂട്ടാൻ വെച്ച് തിന്നോളൂ. ഇവിടെ പിന്നെ ആർക്കും ഒഴിവില്ലല്ലോ കൂട്ടാൻ വെക്കാണെന്നോ. അതാണ് തിന്നോളൂ. അത് കുറച്ചാണ്ട് പറിച്ച് കൊടുത്തൊക്കെ. എൻ്റെ പൊന്നാരമ്മ, ഞാൻ മാറ്റി ഡ്രസ്സൊക്കെ. ഞാൻ ഇതിലൊക്കെ വാഴക്കര കൗലമ്മ. അത് പറഞ്ഞിട്ട് കാര്യം എൻ്റെ പൊന്നാര കുപ്പായം മാറ്റിക്കാണം വെട്ടിക്ക. ഇനിയിപ്പോൾ വേറെ ആരെയും വിളിച്ചണം അപ്പം അതിന്. ഒരു പണിക്കാരനെ വിളിച്ച് തൊടുന്നായിട്ട് നന്നാക്കിച്ചാണെന്നുണ്ട്. ഏതായാലും കുഞ്ഞെ അതാ നല്ല മൂത്ത് നിൽക്കണാണ്, കൊടുത്തയച്ചാളാ, അത് വെട്ടിക്കാളാം കേട്ടോ. എന്നാൽ സൗദ അതെല്ലാം കേൾക്കുന്നു. ഉമ്മാക്ക് വലിയ ഉഷാറ്. അത് അവിടെ ഉണ്ടായ പച്ചമുളകും പയറും തക്കാളിയും കുമ്പളങ്ങയും എല്ലാം പൊട്ടിച്ച് ഉമ്മ അതാ കവറിലാക്കി കൊടുക്കുന്നു. ഇന്ന് എടി പച്ചക്കറി ഒരു ദിവസത്തിനുള്ളതൊക്കെ ഉണ്ടാവും. ഞാനിങ്ങനെ ബാക്കി വെള്ളമൊക്കെ ഇങ്ങനെ പാർന്നുണ്ടാകണമാണ് ഇത്. പിന്നെ എന്താ ഒരു ദിവസത്തിന് ഉപ്പേരിക്കൊക്കെ വെക്കാൻ നല്ല കോവയ്ക്കതാ, അതും കുറച്ച് എടുത്തുക്കണ്. അങ്ങോട്ട് ഉപ്പേരി വെച്ച് തിന്നോളി. നല്ലതാണ്, വളരെ സാധനമല്ലേ. പീടിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണം അത്ര നല്ലതൊന്നുമല്ലല്ലോ. വളടാത്തി നമ്മളെ മുറ്റത്ത് ഉണ്ടാകുമ്പോൾ അതല്ലേ നടക്കുള്ളൂ. അതെ, നുസൈബയുടെ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങളെല്ലാം അതാ ഐഷുമ്മ കൊടുത്തയക്കുന്നു, ചാക്കിലാക്കിയിട്ടും കവറിലാക്കിയിട്ടും. ഇന്നടി പിന്നെ ഞാൻ നമ്മളെ ജമീല താത്ത ഓള് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു അണ്ടി അവിടെ കുറേ വീണ് കിടക്കുന്നുണ്ട്, കുറച്ച് അണ്ടി കണ്ട് പെറുക്കി കൊടുന്നാളെ ജമീല എന്ന് പറഞ്ഞപ്പോൾ ഓൾ അവിടെ പോയി കുറേ അണ്ടി പെറുക്കി കൊടുന്നു. ഓൾക്കുള്ള കൂലി ഞാൻ കൊടുത്തു. അപ്പോൾ കുറച്ച് അണ്ടി ഉണ്ട്, ഇന്ന് ഇതാണ് കൊണ്ടേക്ക്. കുട്ടികൾ ചുട്ട് തിന്നോട്ടെ, ചുട്ട് തിന്ന് വറുത്ത് തിന്ന് എങ്ങനെയാച്ചാ തിന്നോട്ടെ. നല്ല അണ്ടിയാണ്. അങ്ങനെ ഐഷുമ്മയുടെ ആ ഒരു പത്തായത്തിൻ്റെ മൂലക്കിൽ നിന്ന് ഒരു കവറിൽ കുറേ അണ്ടിയും എടുത്ത് കൊടുക്കുന്നു. കശുവണ്ടി. എന്നാ ഇത് കണ്ട് വെച്ചാള്. ഉമ്മ അതൊന്നും വേണ്ട, അത് വിൽക്കാനുള്ളതല്ലേ. അതിനെന്താ വിൽക്കാനുള്ളതാണ് വെച്ചിട്ട് വിറ്റാൽ കുറേ പൈസ കിട്ടും. അല്ലാതെ ഇപ്പോൾ അതുകൊണ്ട് ചുട്ട അണ്ടി തിന്നണമെന്നുണ്ടെങ്കിൽ അത് ചുട് തന്നെ വേണം. അതിങ്ങനെ കുറച്ച് ചമ്മലും ഇതൊക്കെ വെച്ച് കാട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടാണ്ട് കത്തിച്ചാൽ, കുറച്ച് ഓലക്കൊടി വെച്ച് കത്തിച്ചാലും മതി. എന്ത് നല്ല ചുട്ട അണ്ടി ചൂടോടുകൂടി മുട്ടിപ്പൊഴിച്ച് തിന്നാൽ എന്ത് രസീകാരം. ഓൽക്ക് അതുകൊണ്ട് അണ്ടിപ്പുട്ട് ഉണ്ടാക്കുക. അരിയും വറുത്തുകാണ്ട് ശർക്കരയും കുറച്ച് എള്ളും ഇതൊക്കെ മണി ചേർത്തുകാണ്ട് നല്ലോണം ഒന്ന് കുത്തികാണ്ട് അണ്ടിപ്പുട്ട് ഉണ്ടാക്കിയാലും വല്ലാത്ത ജാതി രസീകാരം. ഇവിടെ പിന്നെ ഇനിയിപ്പോൾ അത് ഉണ്ടാക്കലൊന്നും നടക്കൂല. അങ്ങോട്ട് കൊണ്ടേക്കോ. നുസൈബയുടെ കൈകൾ നിർബന്ധിച്ച് അതും. ഉമ്മ അത് വേണ്ടുമ്മ. ഇജ്ജ് പറഞ്ഞ കണക്കല്ലേ. നേരിയത് ഐഷുമ്മ. ഷാമോനെ അടിക്കാൻ തുറന്ന. എന്നെ കൂടെ താങ്ങാൻ ബൈക്കായിട്ടാണ്, അല്ലാതെ ഓളോളെ കൈ കൊടുത്തോളും വാങ്ങൂല. അങ്ങനെ ഷമ്മാസിൻ്റെ ആ ഒരു കാറിൻ്റെ ഡിക്കി മുഴുവനാക്കിയിട്ട് സാധനങ്ങളെല്ലാം വെച്ചു. 2 കൊലപ്പഴവും പിന്നെ കുറച്ച് അണ്ടിയും സാധനങ്ങളും പച്ചക്കറിയും എല്ലാം കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഷാമോനെ പോകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും ബേക്കറിയും വാങ്ങാൻ മറക്കരുതിട്ടാ. ആ വല്യമ്മേൻ്റെ അടുത്ത് നിന്ന് പോകണ്ടി, വല്യമ്മക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടിട്ടാ. അങ്ങോട്ട് പോകണ്ടേ. നമ്മൾ വയസ്സായാലും പ്രായമായാലും ബഹുമാനിക്കണേ. ഓരോ തൃപ്തിയൊക്കെ വാങ്ങണം, എന്നാലേ നമുക്ക് ഹൈറും ബർക്കത്തൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെല്ലേ ഉമ്മാരെ കുട്ടി പോയിക്കോളെ. ഉമ്മ എന്നാൽ ഞങ്ങൾ പോട്ടെ.
മോളെ പോവാണോ? ഓ എൻ്റെ റബ്ബേ, എൻ്റെ പാത്തുമ്മ കുട്ടി പഠിച്ചോന് നല്ല ഉറക്കാണല്ലോ. എന്താ ഇങ്ങനെ ഉറക്കുന്നത്? ഓ എൻ്റെ റബ്ബേ, മാഷാ അല്ലാ. അത് ആയുഷമ്മ കുഞ്ഞിനെ എടുത്ത് തുരുതുരെ ചുംബിക്കുന്നു. ഓ വേഗം പോന്നോണ്ടിട്ടാ. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോളിട്ട, നിങ്ങൾ പോലില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുസിയെ അവളുടെ മടിയിലേക്ക് കുഞ്ഞിനെ വെച്ച് കൊടുക്കുന്നു. എന്നാൽ സൗദ ഇതെല്ലാം നോക്കിക്കാണുന്നു. അല്ലപ്പോൾ എന്തപ്പോൾ ഇത് കഥ? ഇവരെന്താ കുടി മാറിപ്പോവേ? കച്ചവടത്തിന് പോവേ? എത്രങ്ങാനും സാധനമാണ് ചക്കയായിട്ടും മാങ്ങയായിട്ടും തേങ്ങയായിട്ടും അടക്കായിട്ടും അണ്ടയായിട്ടും എന്തൊക്കെയാണ് ഇപ്പോൾ കൊണ്ടേ വെച്ചത്? പലതും വെച്ചിക്കണല്ലോ ഇവിടുത്തെ മുതൽ മുഴുവൻ. ഇത് നവാസ്കാർക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? അപ്പം ഇങ്ങനെ ഉമ്മ നുസൈബാൻ്റെ വീട്ടിൽ ഇത്രയും തോന്നെ സാധനങ്ങൾ കൊടുത്തേക്കുക? വല്ലാത്തൊരു പുതുമന്നാണിത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേണ്ടതാണ്. ഉമ്മ എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും. ഇത്ത സൗദത്ത പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ഉമ്മ എന്ന് ശരി, അസ്സലാമു അലൈക്കും. എല്ലാവരോടും സലാം പറഞ്ഞ് അതാ ഷമ്മാസ് വണ്ടി വിട്ടു. അല്ലല്ലാ, ഓലാണ് പോയി കിട്ടി. കാരണം ആ പെണ്ണ് പോവില്ല, ഇവിടെ പണിയെടുത്ത് ഇങ്ങനെ നിൽക്കും. ആദ്യത്തെ അതിലൊക്കെ ആ പെണ്ണിനെ എത്രങ്ങാനും ഞാൻ പറഞ്ഞേക്കാൻ നോക്കിക്കണ്, പോവില്ല. എന്നെ വിട്ട് ഓളുകൊണ്ട് പോകൂല. ഓൾക്കൊരു പൊറുതിയേടാണ് എന്നെ വിട്ടുകൊണ്ട് പോകണത്. അല്ലാ. അല്ലമ്മ, എന്തേ സൗദ? അല്ല, അത്ര ഓരെന്താ അത് അവിടെ കച്ചവടം തുടങ്ങാൻ പോവുകയാണോ? കച്ചവടോ? എന്ത് കച്ചവടം? അല്ല, കുറേ വാഴക്കുലയും കുറേ അതിലേക്ക് എല്ലാ സാധനങ്ങളും അണ്ടിയും അങ്ങനെ പലതും എന്തൊക്കെയോ കൊണ്ടുപോയല്ലോ. അതെല്ലാം കൂടി കച്ചവടത്തിനാണോ? എൻ്റെ പൊന്നാര പെണ്ണെ, കച്ചവടത്തിനോ? അവിടെ ചെറിയ കുട്ടികളെന്തൊക്കെ ഉള്ളതന്നല്ലേ. അപ്പം പിന്നെ അവിടെ ചിലവായി പോവതേ. ഇവിടെ പിന്നെ വെക്കാനും മടിയാണ്, ഉണ്ടാക്കാനും മടിയാണ്. അപ്പോൾ തിന്നണോ തിന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കൊടുത്തേക്കണാണ്. പിന്നെ അല്ലെങ്കിലും അവിടേക്ക് പോകുമ്പോൾ ഞാൻ നല്ലോ സാധനം കൊടുത്തേക്കലുണ്ട്, ആരെങ്കിലും തിന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഉമ്മ നുസിൻ്റെ അടുക്ക് നിങ്ങൾ സാധനങ്ങളൊക്കെ കുറേ കൊടുത്തേക്കും. അവിടേക്ക് നിങ്ങൾ ഈ പരിപാടിയൊന്നും ഉണ്ടായില്ലല്ലോ. ഒന്നും ഉണ്ടായിട്ടല്ല അല്ലേ? ഓരോരുത്തരൊരു മാറ്റം കാണിക്കണ കണ്ടിട്ട് പറയാം. അത് അല്ല എൻ്റെ പെണ്ണെ, പൊന്നാര സൗദ, അൻ്റോടക്ക് കൊടുന്നത്ര സാധനം ഞാൻ നുസിൻ്റെ അടുക്ക് കൊണ്ടേക്കണോ? അൻ്റോടക്ക് എത്രങ്ങാനും സാധനം കൊടുത്തിട്ട് വല്ലാത്ത എൻ്റെ മനസ്സൊക്കെ ഒരു വേദന ഉണ്ടത്. പക്ഷെ അത്രയും വെൽപ്പിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങോട്ട് വന്നിട്ട് എൻ്റെ അമ്മ അത് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. എൻ്റെ പൊന്നാരൻ പെണ്ണെ, എനിക്ക് ഓർമ്മയില്ലേ പൊന്നാരൻ നുസിയെ? ഉമ്മ നിങ്ങളെപ്പോഴും മാറി മാറി എന്നെ നുസിയെന്ന് വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെപ്പോഴും ഓലെ വിളിച്ചേ നുസിയെ നയിക്കണേ. ഞാൻ സൗദയാണ്. എപ്പോഴും ഓളെ മാത്രം വിളിക്കുമ്പോൾ എനിക്കും ഒരു ഇടങ്ങാറുണ്ട് കേട്ടോ. പൊന്നാര പെണ്ണെ, ഇജ്ജങ്ങനെ പറയല്ല. എനിക്ക് വേഗം തൊള്ളി കിട്ടണത് അതല്ലേ. അല്ലാതെ പന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. നിങ്ങളെ സ്വഭാവം നല്ല മട്ടത്തിലായി നല്ല ജയിൽക്ക് നിങ്ങൾ നിന്നാൽ മതി. അത് തന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ സന്തോഷം. അല്ലമ്മ, ഇന്ന് ഷാമോൻ അവിടെ നിൽക്കുമോ? അല്ലെങ്കിലും ഷാമോൻ്റെ കഥ എന്താലേ, പെണ്ണുങ്ങളെ പിന്നാലെ ഇങ്ങനെ നടക്കുക ഏത് സമയത്തും. പൊന്നാരെ, പിന്നെ ഓളെ ഷാമോനല്ലാതെ പിന്നെ ആരാടി കൊണ്ടായി കൊടുക്കുക? ഓൻ തന്നെയല്ലേ ഓളെ കെട്ടിക്കൊണ്ടുവന്നത്? ഓളാണ് മോൻ്റെ പുതിയെണ്ണും. നിക്കാഹ് കഴിച്ചാൻ വെക്കം. പെണ്ണിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് ആണെന്നല്ലേ? അതിപ്പോൾ നിർബന്ധം തന്നെയല്ലേ? ഓൻ തന്നെ കൊണ്ടാക്കി കൊടുക്കണമല്ലോ. അല്ലാതെ ഇപ്പം എന്താ ഇജ്ജ് ഇങ്ങനെയൊക്കെ പറയണത് മോളെ? എനിക്ക് അറിയണതല്ലേ. എൻ്റെ നവാസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇജ്ജ് പറഞ്ഞതേക്കാരം. എൻ്റെ നവാസ് എന്ന് വെച്ചാൽ ഓന് പിന്നെ ആദ്യത്തെ ഓൻ്റെ വിവാഹ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഇജ്ജ് രണ്ടാമട്ടം ഉണ്ട് എന്നോട് ഇങ്ങനെ പോണ്ട പറഞ്ഞിട്ട് ഇജ്ജ് പോയ ഒരു ദേഷ്യം ഓന് വാശി നല്ലോണ്ട്. ഓൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. കുറേ അനുഭവിച്ചതുകൊണ്ട് ഓന് പടിഞ്ഞേക്കണ്. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ പിന്നാലെ വരാതിരുന്നത്. അല്ലെങ്കിൽ ഓന് വരാതിരുന്നിട്ടില്ല. ആരും തെറ്റിപ്പിരിഞ്ഞിരിക്കണം എനിക്ക് പൂതിയില്ല. എനിക്ക് ഇജ്ജു ഓനൊക്കെ നല്ല മട്ടത്തിൽ കഴിയണം തന്നെ മോളെ എൻ്റെയൊക്കെ ആഗ്രഹം. പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം എന്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കൊണ്ട് കഴിയണ മാതിരി ഞാനത് തിരുത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പിന്നെ അതുമല്ല, അന്ന് എൻ്റെ നവാസ് അങ്ങോട്ട് വന്നില്ല. അതിൻ്റെ ശേഷം ഞാനും എൻ്റെ ഷാമോനുമാണ് അങ്ങോട്ട് വന്ന് തന്നെ കാണാനും ആശുപത്രിക്കും ഒക്കെ എല്ലാ കാര്യത്തിനും.
ഓന് സത്യം പറഞ്ഞാൽ എന്നെ പറ്റിയൊരു വാക്കൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ പൊന്നാര സൗദ എന്നോട് പറയാൻ എൻ്റെ മനസ്സിലൊരു നെയ്യത്തുണ്ടായിന് അന്നയും കുട്ടി ഉമ്രക്ക് പോകണം എന്നുള്ളത്. എന്നിട്ട് അവിടേക്ക് നവാസിനെ വിളിച്ച് വരുത്തുക, എന്നിട്ട് അന്നയും കുട്ടീനെയും കാട്ടി കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. അല്ലമ്മ, എനിക്ക് നവാസ്കാക്ക് നമ്മളങ്ങോട്ട് പോയി കൊടുക്കണോ? ഒരു വട്ടെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചിക്കണമെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവൂലേ? പൊന്നു മോളെ, ഇനി ഒരു വാശിക്ക് നിൽക്കല്ലേ. കുറേ വാശി പിടിച്ച് നിന്നിട്ട് ഇപ്പം എന്തായി? കുട്ടിയെ നഷ്ടപ്പെട്ട രീതിയിലായി മാറിനു എൻ്റെതൊക്കെ. അങ്ങനെയൊക്കെ അയക്കണ്. പിന്നെ ഇപ്പം ഏതായാലും പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ടും പിന്നെ ഭാഗ്യത്തിന് ക്ഷാമോനൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ടും കുട്ടീനെ അങ്ങോട്ട് നമുക്ക് കിട്ടിയിക്കാണ്. ഈ ഇഞ്ഞി പൊന്നാര പഠിപ്പ് കുറേ ജടങ്ങാറായില്ലേ? കോയമ്പത്തൂരും അവിടെയും ഇവിടെയും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ പോയിട്ട് ആ നോമ്പ് കാലത്ത് കുറേ കഷ്ടപ്പെട്ടില്ലേ? ഇഞ്ഞും പൊന്നാര മോളെ, ഞാൻ പറയുമ്മാൻ്റെ കുട്ടി ഇഞ്ഞും വാശി പിടിച്ചല്ലേ കേട്ടോ. ഇനി നവാസ് വരികയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഓനോട് നല്ല മട്ടത്തിൽ നിൽക്കണം. ഉമ്മ, ഞാനിപ്പോൾ എന്താ നവാസ്ഖാൻ്റെ ഭാര്യനല്ലേ? പിന്നെ ഫസീലത്ത അവരും ഭാര്യ തന്നെയാണ്. അപ്പോൾ രണ്ടാളോട് ഒരുപോലെ പെരുമാറണം എന്നല്ലേ? ഉമ്മ ഒന്നും പഠിച്ചിട്ടില്ലേ? പൊന്നാര മോളെ, ഞാൻ പഠിച്ചായിട്ടൊന്നല്ലത്. നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി വിടണം. നല്ല മട്ടത്തിൽ റാഹത്തോടു കൂടി ജീവിച്ച് പോവുകയാണെങ്കിൽ നല്ല മട്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ തല്ലുംപിടിയും നായാട്ടിട്ട് നിന്നാൽ അങ്ങനെ തന്നെ ഇക്കാരം. ഇപ്പം എൻ്റെ പെരക്കാരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മ ഇപ്പം നല്ലൊരു മട്ടത്തിലല്ലാത്തതുകൊണ്ടല്ലേ വേറൊരു കല്യാണം കഴിച്ചത്. ഉമ്മ, നിങ്ങൾ ഞങ്ങളെ കുടുംബക്കാര്യത്തിൽ ഇടപെടണ്ട. അല്ല മോളെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് നവാസിനോട് ഇനി വാശി പിടിച്ച് നിൽക്കരുത്. താന്നോടത്തെ വെള്ളം നിൽക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മട്ടത്തിന് ജീവിക്കാം. അതല്ല എന്നുണ്ടെങ്കിലോ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പ്രശ്നവും പരാതിയും തന്നെ ഇക്കാരം. വിട്ടുവീഴ്ച ചെയ്യുക. ശരിയാണ്, ഇപ്പോൾ ഫസീലി മക്കളും ഓൻ്റെ ഒപ്പം ഉണ്ട്. ഇജും ഭാര്യനാണ്, ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഒരു നിമിഷങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നല്ല മട്ടത്തിന് നവാസിനോട് നീ മിണ്ടും പറയും വേണം കേട്ടോ. ആണുങ്ങളും മനസ്സ് ചിലപ്പോൾ അങ്ങനെ ഇക്കാരം ഓല് കുറേ ഇടങ്ങാറായി കഴിയുമ്പോൾ മനസ്സിൻ്റെ മാനസിക നിലയൊക്കെ തെറ്റും. പിന്നെ അപ്പം നവാസ്കൊക്കെ മാനസിക നില തെറ്റിയതുകൊണ്ടായിരിക്കില്ലേ എന്നെ കൊണ്ടുവരാൻ വരാവുന്നത്. പൊന്നാര പഠിപ്പ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞും പുതിയ ജീവിതം നമുക്ക് തുടങ്ങാൻ എനിക്കൊരു കുട്ടികളാണ്. അതിന് വിചാരിച്ചിട്ടെങ്കിലും മോളിഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നല്ല മട്ടത്തിൽ നിൽക്കണം. ഐഷമ്മ കഴിയുന്ന പരമാവധി സൗദിയെ അതാ ഉപദേശിച്ചു. എനിക്ക് ഈ ഉപദേശം കേൾക്കണേ ഇഷ്ടമില്ല. ഒരു ഉപദേശിക്കൽ എന്താന്നില്ല, ആകപ്പാടൊരു ഇടങ്ങാറ്. പൊന്നു മോളെ, എനിക്ക് എന്തിൻ്റെ കുറവാണ് അവിടെ ഉള്ളത്? എനിക്ക് എന്തിൻ്റെയും കുറവുണ്ട്. എനിക്ക് എല്ലാം ഇവിടെ ഞാൻ ഒരുക്കി തന്നെ റുക്കി വന്ന് കുളിപ്പിച്ച് പോകണം. എനിക്കുള്ള എല്ലാ സാധനങ്ങളും ന്യൂസി ഉണ്ടാക്കി തന്നു. ഇനിയിപ്പോൾ അതിങ്ങനെ വിളിച്ച് പറഞ്ഞോളൂ. നിങ്ങൾ വിളിച്ച് പറയല്ലേ പൊന്നാര പെണ്ണെ. നല്ല മട്ടത്തിൽ നിൽക്കണം. എനിക്ക് നല്ല മട്ടത്തിൽ മുത്തൻ വീട് തറവാട്ട് റാഹത്തോടു കൂടി നിൽക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വളഞ്ഞ് ഏതെങ്കിലും വൈകി നോക്കുകയാണെങ്കിലോ ഒരിക്കൽ പോലും ഞമ്മക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല മോളെ. ആണുങ്ങൾ ചിലപ്പം കുറച്ച് വാശിയും ദേഷ്യമൊക്കെ ഉണ്ടാവും. നമ്മൾ പെണ്ണുങ്ങൾ കുറച്ച് താന്ന് കൊടുക്കുക. താന്നോടത്തെ വെള്ളം നിൽക്കുള്ളൂ. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് കൊണ്ടുവരാൻ വന്നില്ല എന്നൊക്കെ ഉണ്ടാവും. ശരിയാണ്. ന്യൂസിനെ കണ്ടീല ജെ? ആ പെണ്ണ് എന്തോരൊരു, ഞാൻ ഓളെ പുകഴ്ത്തി പറയല്ല ഉമ്മ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓളൊരു ഉദാഹരണം പറിച്ചില്ല. ഉദാഹരണം പറയല്ല മോളെ. അത്രയും എൻ്റെ കുട്ടി ഇവിടെ സഹിച്ചിക്കണ്. കാരണം ഓളെ എന്നെ ഫൈസൽ കെട്ടിയ സമയത്ത് എത്രങ്ങാനും സഹിച്ചിക്കണ്. എന്നിട്ടും ആ പെണ്ണിവിടെ ക്ഷമിച്ച് നിൽക്കായിരുന്നു. ഉമ്മ, ഞാൻ പോണില്ല ഇവിടെ നിന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓളെ വീട്ടിലത്തെ ബുദ്ധിമുട്ടും പ്രാരാബ്ദമൊക്കെ അതേക്കാരം. അതുകൊണ്ട് ഇക്കാരം ഓള് പോകാഞ്ഞത്. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും കഴിയോ? പൊന്നാരം മോളെ, നിങ്ങളെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം ബുദ്ധിമുട്ട്. ഇപ്പോഴല്ല വലിയ വീടും കാര്യം ഇതൊക്കെ ആയത്. അത് നവാസ് സഹായിച്ചിട്ട് അതൊക്കെ ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ അന്തസ്സ് വിട്ട് കളിക്കൊന്നുമില്ല. ഞങ്ങളെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പണിയെടുത്ത് കണ്ടെങ്കിലും ഞങ്ങളൊക്കെ നല്ല മട്ടത്തിന് പോറ്റും. എന്നാലും ഞങ്ങൾ ചവിട്ടി തേക്കുന്നിടത്ത് നിൽക്കൊന്നുമില്ല. പറ്റൂല എന്ന് കണ്ടാൽ ഇറങ്ങി പോവുകയും ചെയ്യും. ശരിക്കും സൗദിയുടെ വാക്ക് കേട്ട് ഐഷമ്മക്ക് എന്ത് പറയണമെന്നായിപ്പോയി. എന്നാൽ ഐഷമ്മക്ക് മനസ്സിലായി, റബ്ബേ ഇവളുടെ സ്വഭാവം പഠിച്ചോനെ, ഇത് എൻ്റെ നുസിനെ പോലെ ഒന്നല്ല കേട്ടോ. പഠിച്ച റബ്ബേ നീ കാക്ക്. ഐഷമ്മ കൂടുതലൊന്നും പിന്നീട് അവളോട് സംസാരിച്ചില്ല. മോളെ, കുട്ടി ഉണ്ണക്കണിന് പോയി പാലെടുക്ക്. വേറുള്ളവർ ഡോക്ടറാവാനും പഠിക്കാനും പോവുക, മറ്റുള്ളവർ വീട്ടിലത്തെ വേലയ്ക്കും വേണ്ടി ഇവിടെ നിൽക്കുക. എന്തൊക്കെയോ പ്രാഗി പറഞ്ഞുകൊണ്ട് അതാ സൗദ അകത്തേക്ക് പോയി.
എന്നാൽ ഐഷുമ്മക്ക് ഇത് വല്ലാത്ത വിഷമമായി. പഠിച്ചോനെ അല്ലാ നീ കാക്കല്ലാ. എന്നാൽ ഈ സമയം നുസൈബയുടെ വീട്ടിൽ അവൾ കയറി വരുന്നത് ഉപ്പ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഷമ്മാസിൻ്റെ വാഹനം ദൂരെ നിർത്തി. പഠിച്ചവൻ്റെ കുട്ടി വരുന്നുണ്ട്. ഉപ്പ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. കേരി മക്കളെ, എൻ്റെ പൈതൽ എവിടെ? കുഞ്ഞിനെ വളരെയധികം സന്തോഷത്തോടു കൂടി ഉമ്മ വാരിയെടുത്തു ഉപ്പയുടെ കൈകളിൽ ഏൽപ്പിച്ചു. എവിടെ ഉപ്പാൻ്റെ കുട്ടി? എൻ്റെ റബ്ബേ, ചിരിച്ചുണ്ടല്ലോ, നല്ലോണം ചിരിക്കുന്നുണ്ടേ. ഷമ്മാസ് ഒരു നിമിഷം വിചാരിച്ചു, ഉപ്പപ്പ ഒന്നല്ലേ ഉള്ളൂല്ലേ, ഉമ്മമ്മല്ലേ രണ്ടുള്ളത്. മോനെ ഇരിക്കും മോനെ, എന്തൊക്കെ വർത്താനം, സുഖല്ലേ? എന്നാലും എൻ്റെ പൊന്നു മോനെ, ഇത്രയും പെട്ടെന്ന് ഇത് സെറ്റാക്കി തന്നെ ഞാൻ വിചാരിച്ചതില്ല. പഠിച്ചോ എന്നെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ നുസൈബ അങ്ങോട്ട് വന്നു. അല്ലമ്മ, വീടൊക്കെ പൊളിഞ്ഞാടിക്കണ്, പൊട്ടിപ്പൊളിഞ്ഞിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ ഫുള്ള് സെറ്റപ്പ് ആക്കിക്കണല്ലോ ഇപ്പോൾ ഇത് മൊത്തത്തിൽ. പൊന്നാര പെണ്ണേ, ഉപ്പാക്ക് ഇവിടെ നിൽക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോഴേ ഉപ്പാൻ്റെ ഇഷ്ടത്തിനാക്കി വെച്ചതാണേ. നുസൈബ ശരിക്കും അത്ഭുതപ്പെട്ടു. ഞാൻ വിചാരിച്ചു പറ്റ പൊളിഞ്ഞാടാനായി വീട്. അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്നാൽ ഞാൻ അവിടെ പോട്ടെ? ഇപ്പം തന്നെ പോണോ മോനെ? പോലെ മോനെ, എന്തെങ്കിലും കുടിച്ചിട്ട് പോ മോനെ. നമുക്കെന്നാൽ വെള്ളിമാൻ്റെ അടുത്ത് നിന്ന് പോയി വന്നാലോ? ഉമ്മ പറഞ്ഞിരുന്നല്ലേ വെള്ളിമാൻ്റെ അടുത്ത് പോകാൻ. അപ്പോഴേക്കും നുസൈബയുടെ ഉമ്മ ചായയൊക്കെ ഉണ്ടാക്കി. ഉമ്മ എങ്ങനെയുണ്ട്, റാഹത്തല്ലേ? പൊന്നു മോനെ, നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണം എനിക്ക് അറിയണില്ല. എത്രയൊക്കെ തന്നെ എല്ലാവരും കൂടി ഒരിടത്ത് നിൽക്കുമ്പോഴേ അതൊരു ബുദ്ധിമുട്ട് തന്നെ. പണ്ടത്തെ കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും മക്കളും കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോഴേ അവനാർക്കൊരു സ്വന്തം കൂലിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. പൊന്നു മോനെ, മോൻ്റെ ആ നിമിഷത്തെ ഇടപെടൽ കൊണ്ട് അൽഹംദുലില്ലാ നല്ല റാഹത്തോടു കൂടി ഞങ്ങളിവിടെ കഴിയുന്നുണ്ട്. മോനെ പഠിച്ചോ നന്നാക്കട്ടെ. ആമീൻ. എന്നാൽ നുസൈബ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ട് മറ്റേ കാര്യത്തിനെ കുറിച്ച്. അന്ന് രാവിലെ പോയി വൈകുന്നേരം രാത്രിയായിട്ട് വന്നിട്ടുള്ളൂ. സൗദ പറഞ്ഞു മറ്റേ സത്താറിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയതാണ്, അവർ തമ്മിൽ വലിയ കമ്പനിയാണ് എന്നൊക്കെ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇക്ക എന്ത് തിരക്ക്? തിരക്കൊന്നുമില്ല പെണ്ണെ, 1-2 ചുറ്റുപാടൊക്കെ ഉണ്ട്. നുസൈബയുടെ മനസ്സിലേക്ക് ഓടി വന്നു സൗദ പറഞ്ഞത്. പഠിച്ചോനെ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റഹ്മാൻ നീ പുറത്ത് കൊണ്ടല്ല. ആ നിമിഷം തന്നെ അവൾ പഠിച്ചവനോട് ദുആ ചെയ്യുകയും ചെയ്തു. വല്യമ്മാൻ്റെ അടുത്ത് പോകണ്ടേ? കുട്ടിനെ കാട്ടി കൊടുക്കണ്ടേ? ഇക്ക. മക്കളെ ഒന്ന് പോരി വല്യമ്മാൻ്റെ അടുത്ത്. വല്യമ്മക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ടാവും. എന്തൊക്കെ തന്നെയാലും മോനെ അൽഹംദുലില്ലാ. ഉമ്മ ഉണ്ടാക്കിയ ചായ ഷമ്മാസ് കുടിച്ചു. മാഷാ അല്ലാ. ഉമ്മ എന്നാൽ ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരൊന്ന്, കാരണം വരുമ്പോഴൊക്കെ അല്ലേ കാണാൻ പറ്റുക. അന്ന് വന്നപ്പോഴും കണ്ടപ്പോൾ ചിലപ്പോൾ മനുഷ്യന്മാരെ കാര്യമില്ല, ചിലപ്പോൾ അതിപ്പോൾ അസുഖം ഉള്ളവർ ഇല്ലാത്തവർ എന്നൊന്നുമല്ല. ഇന്ന് കഴിഞ്ഞ് ഏതായാലും പഠിച്ചോനെ അള്ളാഹുവേ, മരിക്കുമ്പോൾ ഈമാ കിട്ടി നീ മരിക്കാനുള്ള ഭാഗ്യം നീ കൊണ്ടല്ലാ. ഉപ്പ ദുആ ചെയ്തു. മക്കളെ എന്നാൽ സൂക്ഷിച്ച് പൊയ്ക്കോലിട്ടോ. അങ്ങനെ നുസൈബയുടെ അനിയത്തിമാരും ആ വണ്ടിയിൽ കയറി അവർ നേരെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഈ നിമിഷം സൗദ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ നുസൈബാൻ്റെ പിന്നാലെ നടക്കുകയായിരിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നുസൈബാൻ ഒന്ന് മനസ്സ് വേദനിപ്പിക്കുക തന്നെ വേണം. അല്ലാഞ്ഞാലേ ഞാനിവിടെ ഇങ്ങനെ ഭർത്താവില്ലാത്ത ഒറ്റയ്ക്ക് കഴിയുക, ഓളിങ്ങനെ സുഖകരമായി ഓളുടെ മാപ്പിളിൻ്റെ കൂടെ ഇങ്ങനെ കൊഞ്ചി നടക്കുക. എനിക്ക് അസൂയാണ് അവരെ കാണുമ്പോൾ തന്നെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓളെ വിഷമിപ്പിക്കുക വേണം, അല്ലാഞ്ഞാൽ ശരിയാവില്ല. അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഐഷമ്മക്കും തന്നെ സൗദിയുടെ കാര്യത്തിൽ അല്പം ഒരു മടുപ്പ് തോന്നി തുടങ്ങി. കാരണം അവൾ നമ്മൾ വിചാരിച്ചോടത്ത് കിട്ടുന്ന പെണ്ണല്ല. വന്നപ്പോൾ വളരെയധികം പാവമായിരുന്നു, വളരെ സങ്കടത്തിലായിരുന്നു, വീട്ടിലെ ജോലികളെല്ലാം എടുത്തിരുന്നു. അത്രക്കും അവൾ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അവൾ വന്നത്. ഉമ്മ നിങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്ന് നല്ലോണം സോപ്പിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും എവിടേക്ക് പോയാലും പുത്തൻ വീട് തറവാട്ടുകാർ സ്വീകരിക്കും എന്ന് മനസ്സിലായപ്പോൾ അവളുടെ സ്വഭാവം ശരിക്കും മാറിയിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ നവാസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നവാസ് അവളോട് മിണ്ടുമോ? അതോ അവൾ എന്തെങ്കിലും പറയുമോ? ഫസീലയെ എന്തെങ്കിലും പറയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.